കഴിഞ്ഞ സർക്കാർ കാലാവധി പൂർത്തിയാക്കുവാൻ കേവലം 3 മാസം മാത്രമുള്ളപ്പോഴാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം നൽകാൻ തുടങ്ങിയത്. ഇലക്ഷന് മുമ്പ് പരമാവധി ജനഭാഗങ്ങളിൽ നിന്ന് പിന്തുണ നേടുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നിട്ടും കേവലം 2 മാസം മാത്രമാണ് പെൻഷൻ ആനുകൂല്യം കഴിഞ്ഞ സർക്കാർ വിതരണം ചെയ്തത്. ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും 1000 രൂപ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത്. ഫെബ്രുവരി മാസം 1000 രൂപ വീതം ഏകദേശം 10 ലക്ഷത്തോളം പേർക്കും മാർച്ച് മാസം 1000 രൂപ വീതം ഏകദേശം 16 ലക്ഷത്തോളം പേർക്ക് ലഭിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അനുസരിച്ച് BPL വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക്, റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് മാസം 1000 രൂപ വീതം പെൻഷനായി ലഭിക്കുക. സർക്കാർ, അർദ്ധ സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരം ജോലിയോ കരാർ ജോലിയോ ഉള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ഈ പദ്ധതിയിലേക്ക് സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകളാണ് ഇതുവരെ മാസം 1000 രൂപ വീതമുള്ള ധനസഹായത്തിന് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം ഇതിൽ 16 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ വകുപ്പ് തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഏപ്രിൽ മാസത്തിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളൊക്കെ വിതരണം ചെയ്തുവെങ്കിലും മാസം 1000 രൂപ വീതം നൽകേണ്ട ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാതെയാണ് അധികാരത്തു നിന്നും ഇറങ്ങിയത്. പുതുതായി അധികാരമേറ്റ UDF സർക്കാർ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണം മെയ് 26-ന് തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. അതിന്റെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. പുതുതായി അധികാരമേറ്റ UDF സർക്കാരും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല. ആകെ 2 മാസം മാത്രം വിതരണം ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിൽ ഏപ്രിൽ, മെയ് എന്നീ 2 മാസങ്ങളിലെ തുക കുടിശ്ശിക ആയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുവാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. കഴിഞ്ഞ സർക്കാർ ഇലക്ഷന് മുമ്പായി തട്ടിക്കൂട്ടിയ ഒരു പദ്ധതി എന്ന നിലയിലാണ് പുതിയ സർക്കാർ അതിനെ കാണുന്നത്. 2 മാസത്തെ ആനുകൂല്യം നൽകിയ ശേഷം 3-ാം മാസത്തിൽ കഴിഞ്ഞ സർക്കാർ തന്നെ ആനുകൂല്യം നൽകാതെ അവസാനിപ്പിച്ച പദ്ധതി എന്ന രീതിയിലാണ് പുതിയ സർക്കാർ അതിനെ കാണുന്നതെന്നും സൂചനയുണ്ട്. അതിനാൽ തന്നെ പുതിയ UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർ നിയമസഭയിൽ നടത്തിയപ്പോൾ 5 ഇന്ദിര ഗ്യാരണ്ടികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുവെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റി യാതൊന്നും തന്നെ പറയുകയുണ്ടായില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി KM ഷാജിയോ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക വിതരണത്തെ പറ്റി യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി 1070 കോടി രൂപ അനുവദിച്ചതായി അറിയിക്കുകയും ആ തുക വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ച് യാതൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതിനു പകരം സംസ്ഥാനത്ത് കൂടുതൽ സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതികൾ 2 ജൂൺ മാസത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിന്റെ തിരക്കിലാണ് സംസ്ഥാന സർക്കാർ. ഒന്നാമതായി ജൂൺ 15 മുതൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ KSRTC യാത്ര സർക്കാർ അനുവദിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL വിഭാഗം സ്ത്രീകൾക്ക് മാത്രമാണ് ലഭിച്ചതെങ്കിലും KSRTCയിലുള്ള സൗജന്യ യാത്ര പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ്. അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയും പുതിയ സർക്കാർ കൊണ്ടുവരികയാണ്. കോളേജിൽ 4 വർഷമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പഠന കാലയളവിൽ മാസം 1000 രൂപ വീതം ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ വിശദമായ വിവരങ്ങൾ ജൂൺ 19-ന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പുതിയ മാറ്റങ്ങൾ വരുത്തിയോ വരുത്താതെയോ സർക്കാർ തുടരുമോ എന്ന കാര്യവും ബജറ്റിലൂടെ തന്നെ അറിയുവാൻ സാധിക്കും. പേരുമാറ്റിയോ അല്ലാതെയോ സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരുകയാണെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി നൽകുവാനുള്ള തുക ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ടി വരും. അതിലൂടെ ഈ പദ്ധതി തുടരുമോ എന്ന കാര്യത്തിലുള്ള സംശയത്തിന് ഉത്തരവുമാകും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നിരവധി കുടുംബങ്ങൾ പ്രതീക്ഷയിലായിരുന്നു. അപേക്ഷ നൽകി അർഹത നേടിയവർക്ക് കൃത്യമായി തുക ലഭിക്കുമെന്നായിരുന്നു പൊതുവായ പ്രതീക്ഷ. എന്നാൽ കാലക്രമേണ നിരവധി ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതായി പരാതിപ്പെടാൻ തുടങ്ങി. ചിലർ അപേക്ഷയുടെ നിലയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും ചിലർ വിതരണം വൈകുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നതായും വിവിധ വേദികളിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം നിരവധി വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്.
എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകളും സർക്കാർ രേഖകളും പരിശോധിച്ച ശേഷമാണ് ഒരു വിവരം ഉറപ്പിച്ച് പറയേണ്ടത്. കാരണം തെറ്റായ വിവരങ്ങൾ ഗുണഭോക്താക്കളിൽ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കാൻ ഇടയാകും. ഇന്ന് പല കുടുംബങ്ങളുടെയും പ്രധാന ആവശ്യം രാഷ്ട്രീയ ചർച്ചകളല്ല, അർഹതയുള്ളവർക്ക് അവരുടെ ആനുകൂല്യം സമയത്ത് ലഭിക്കണമെന്നതാണ്. മാസങ്ങളോളം കാത്തിരുന്നിട്ടും തുക ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകാം. ചിലർ വായ്പയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ചിലർ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആശ്രയിക്കുന്നു, ചിലർ ചികിത്സ പോലും മാറ്റിവെക്കേണ്ട അവസ്ഥയിലാകുന്നു. ഒരു ക്ഷേമ പദ്ധതിയുടെ യഥാർത്ഥ വിജയം അതിന്റെ പ്രഖ്യാപനത്തിലല്ല, മറിച്ച് ആ പദ്ധതിയുടെ ഗുണം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലാണ്. അർഹരായ ഓരോരുത്തർക്കും സമയബന്ധിതമായി ആനുകൂല്യം ലഭിക്കുമ്പോഴാണ് ആ പദ്ധതിയുടെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. സ്ത്രീ സുരക്ഷ പെൻഷൻ ഒരു സാമ്പത്തിക സഹായ പദ്ധതി മാത്രമായിരുന്നില്ല, സമൂഹത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ക്ഷേമ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും വിതരണവും കൂടുതൽ സുതാര്യവും വേഗത്തിൽ നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അവസാനം ഒരു കാര്യം പറയട്ടെ, സ്ത്രീ സുരക്ഷ പെൻഷൻ പോലുള്ള ക്ഷേമ പദ്ധതികൾ സമൂഹത്തിലെ ഏറ്റവും ആവശ്യമുള്ള വിഭാഗങ്ങളിലേക്ക് എത്തേണ്ടതാണ്. അർഹരായ ഒരു ഗുണഭോക്താവും അവഗണിക്കപ്പെടരുത്. വിതരണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവ പരിഹരിക്കപ്പെടണം. അപേക്ഷ നൽകിയവർക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകണം. ഏറ്റവും പ്രധാനമായി ഈ പദ്ധതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോ സ്ത്രീക്കും സമയത്ത് ആനുകൂല്യം ലഭിക്കണം. സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിന്റെ വിജയവും പരാജയവും വിലയിരുത്തേണ്ടത് രാഷ്ട്രീയ കാഴ്ചപ്പാടിലല്ല, മറിച്ച് സാധാരണ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനത്തിലാണ്. സർക്കാർ മാറിയാലും ഭരണകൂടം ഏതായാലും ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെന്നതാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം. ഇന്ന് നിരവധി ഗുണഭോക്താക്കൾ പറയുന്നത് അപേക്ഷ നൽകിയിട്ടും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. വിതരണം എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വേണം. അർഹരായ എല്ലാവർക്കും ആനുകൂല്യം സമയത്ത് ലഭിക്കണമെന്നതാണ്. അതേസമയം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ധനപരമായ വെല്ലുവിളി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകാമെന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള തുടർ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ വരുന്ന 19-ാം തീയതിയുള്ള ബജറ്റിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ പുതിയ ഔദ്യോഗിക വിവരങ്ങളോ സർക്കാർ അറിയിപ്പുകളോ പുറത്തുവരുമ്പോൾ അവ പരിശോധിച്ച് കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുവരെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതെ വസ്തുതകൾ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് പ്രാധാന്യം നൽകാം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.